ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ 2024 കഴിഞ്ഞ് 2025 തുടങ്ങിയല്ലേ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, പുതിയ വർഷം തുടങ്ങല്ലേ എന്നൊക്കെ കരുതിയിട്ട് നമ്മളൊരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് കേട്ടോ റിസോർട്ടിൽ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. പലരും ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾക്ക് റിസോർട്ടിലൊന്ന് പോകണം, അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ. എന്തായാലും പുതിയൊരു വർഷം തുടങ്ങുമ്പം ആ ഒരു ആഗ്രഹം നടത്തിക്കൊണ്ടാകട്ടെ എന്ന് കരുതി നമ്മളൊരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വ്ളോഗാണ് കേട്ടോ, ഞങ്ങളുടെ ഫസ്റ്റ് റിസോർട്ട് എക്സ്പീരിയൻസ് വ്ളോഗാണ്. കൂട്ടത്തിൽ ന്യൂ ഇയർ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും കണ്ടു നോക്കണേ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും കഴിഞ്ഞ വർഷം? എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എന്നാൽ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു വർഷമാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്താണോ അത് അതായത് എനിക്ക് ബ്യൂട്ടി ഫാഷൻ ഫീൽഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് എനിക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. എനിക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പലരും എന്നൊക്കെയുള്ളതൊക്കെ മനസ്സിലാക്കാനും പല അനുഭവങ്ങളും ഉണ്ടായ ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. പല കാര്യങ്ങളുമൊക്കെ നമ്മൾ നടത്തണം എന്ന് വിചാരിച്ചൊന്നും നടക്കാതെ ഇരുന്നിട്ടുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വർഷം തുടങ്ങുകയാണ്. എല്ലാവരും പുതിയ പുതിയ ഗോൾസും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയ വർഷം തുടങ്ങട്ടെ. 2024 നേടിയെടുക്കാൻ പറ്റാഞ്ഞ എല്ലാ കാര്യങ്ങളും 2025 നേടിയെടുക്കാൻ പറ്റട്ടെ. എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി ഉണ്ടായിരുന്നു. പാത്തുക്കുട്ടിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് വ്ളോഗിൽ പാത്തുവിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഫാമിലീസും കൂടെ ചേർന്നിട്ടാണ് ഇന്ന് റിസോർട്ടിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ഫിയസ്റ്റ എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ്. ഈ ഒരു റിസോർട്ട് വരുന്നത് എയർപോർട്ട് റോഡിനടുത്താണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്ഥലത്തു നിന്ന് ഒരു 23 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്കവിടെ 31-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു 1:30 ആയിരുന്നു. ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനടുത്ത് നമുക്ക് യാത്രയുണ്ടായിരുന്നു. ഒരു 2:45 ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തി കേട്ടോ. അങ്ങനെ നമ്മളിതാ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കവിടെ കീ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ആ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കീ കിട്ടി. ഞങ്ങൾക്ക് 2 റൂമായിരുന്നു. 121-ഉം 122 ആണ്. ഞങ്ങളുടെ റൂം ഓപ്പോസിറ്റുള്ള 2 റൂമായിരുന്നേ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ റൂമൊക്കെ ഒന്ന് കണ്ടു നോക്കേ. ഇവിടുത്തെ ഓരോ റൂമും ഓരോ തീമിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന്
പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ സൈഡിലൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഇവിടെ ചെന്നാലും ഫോട്ടോസും മുഖ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കുഞ്ഞ് സെറ്റപ്പ്, കുഞ്ഞൊരു ചെറിയ പാർക്ക് പോലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി അവർ കളിച്ചു. പിന്നെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. പൂളിൽ ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ. നമ്മൾ പറഞ്ഞു, നമ്മൾ ചെന്ന സമയത്ത് നല്ല വെയിൽ, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം, ഹൈ ടീ ഉണ്ടല്ലോ, ഹൈ ടീയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ പിടിച്ചവിടെ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ അധികം ഒന്നും കഴിച്ചുകൊണ്ടല്ല പോയിട്ടുണ്ടായിരുന്നത്. ഒരു ദോശയൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. ഹലോ, കുറച്ചു നേരം അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ എല്ലാവർക്കും വിശപ്പ് വീണു. ഒരു 3:30 ആയപ്പോഴത്തേക്കും വിശപ്പിന്റെ വിളി ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാം. കാരണം 4:30 ആകുമ്പോഴത്തേക്കും അവിടുന്ന് നമുക്ക് ഹൈ ടീ ഉണ്ട് എന്തായാലും. അപ്പോൾ പിന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മളവിടെ കയറി ഒരു സാലഡും പിന്നെ ഒരു ചിക്കൻ 65 ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെയും നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് കുറേ നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ ടീക്കുള്ള സമയമായി. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു. നമുക്ക് സ്നാക്സ് ആയിട്ട് സമൂസയും പിന്നെ വേറൊരു സാധനം പരിപ്പ് വടയുടെ കൂട്ടത്തിൽ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ടീയും കോഫിയും അങ്ങനെയൊക്കെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ ഒരു കുട്ടി പട്ടാളങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സമയം എത്തി കേട്ടോ. പൂളിലിറങ്ങാനുള്ള ടൈമായി. അപ്പോൾ പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഞാനും ആതിരയും പൂളിലിറങ്ങിയില്ല, ബാക്കി എല്ലാവരും പൂളിലിറങ്ങി നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. കുറേ നേരം അവരവിടെ കളിച്ചു കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറിനടുത്ത് അവർ അതിനകത്ത് നിന്ന് കളിച്ചു. ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പതുക്കെ പിള്ളേർക്ക് തണുപ്പൊക്കെ അടിച്ചു തുടങ്ങി. നമ്മൾ അവരെ ഇതുപോലെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാണ്ട് 2 ഷവർമ്മ കുട്ടികളാണ് ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂമിൽ പോകാമെന്ന് കരുതി. പിന്നെ ഒരു 6:30 ആയപ്പോൾ അവിടെ വീണ്ടും ചാറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചാറ്റൊക്കെ കഴിച്ചു. പാനിപ്പൂരി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് 8:30 മുതൽ ന്യൂ ഇയറിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നൈറ്റിലേക്കുള്ള ഫുഡ് 8:30 മുതൽ അവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നൈറ്റിലേക്കുള്ള. അപ്പോൾ ആദ്യം ബാർബിക്യൂ സെക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഇവരെല്ലാം ഒന്നുകൂടെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. 8:30 മുതൽ 12:30 വരെ ആയിരുന്നു ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ 12 മണി വരെയൊക്കെ ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ബഫേ ആയിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ കഴിക്കായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ആകെ അവിടെ ഇഷ്ടപ്പെടാറുണ്ട് സൂപ്പാണ് കേട്ടോ. സൂപ്പിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര പിടിച്ചില്ല. വെജും നോൺ വെജും എല്ലാം തന്നെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല അടിപൊളിയൊക്കെ ആയിട്ട് ഒരുങ്ങിയതല്ലേ. അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള നിതിൻ ചേട്ടനാണ് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നത്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ നല്ല ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് ഞങ്ങൾക്ക് എടുത്ത് തന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ DJ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം അവിടെ പോയി ഡാൻസൊക്കെ കളിക്കാമെന്നൊക്കെ. ഞങ്ങൾ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് നല്ല ക്ഷീണമായി. ഒന്നാമത് അവർ പൂളിലൊക്കെ നല്ല പോലെ കളിച്ചാണ്. അപ്പോൾ അവർക്കൊക്കെ ഉറക്കം വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ദേവ ഉറങ്ങി. പിന്നെ പാത്തുക്കുട്ടി ഉറക്കം വന്നിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ഡാൻസൊക്കെ തുടങ്ങിയപ്പം ന്യൂ ഇയറിൻ്റെ സമയമായപ്പം പതു എണീറ്റു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങി. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അത് കഴിഞ്ഞത് അവിടെ കുറച്ച് ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി.
പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ഇത്. നമ്മളിങ്ങനെ കർട്ടൻ മാറ്റിയപ്പോഴത്തേക്കും ആ ഗ്ലാസ്സിൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പോയി ചായയൊക്കെ എടുത്തിട്ട് വന്നു. 8:30 മുതൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയി. വീണ്ടും കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് വീണ്ടും ഇവർ കുറച്ച് നേരം പൂളിലൊക്കെ ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 11:30 ആയപ്പം റൂമിൽ വന്ന് 12 മണിക്കായിരുന്നു നമുക്ക് ചെക്ക് ടൈം. അപ്പോൾ അതിനുള്ളിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി വീണ്ടും കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഇരുന്നു. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ട് ടാക്സി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടെ തിരിച്ചു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ റിസോർട്ടിലൊക്കെ പോയി നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ നല്ലതാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. എന്താ പറയണ്ടേ, നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും പുതിയൊരു വർഷം നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ഈ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഈ 2025 എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ കണ്ടന്റുകളും ആയിട്ട് അതിനെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക. ബൈ ബൈ.